V380 Pro എന്ന് പറഞ്ഞ ആപ്പ്. ഇത് ആപ്പ് സ്റ്റോറിലും ഉണ്ട്, പ്ലേ സ്റ്റോറിലും ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. അതിൽ എന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പർ വെച്ചിട്ട് ആപ്പിൾ ഐ ഡി വെച്ചിട്ട് ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ മേലേൽ ആഡ് ക്യാമറാസ് എന്നുണ്ടാവും. ആഡ് ക്യാമറാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറേൻ്റെ പുറകിലൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡിന് വെച്ച് കൊടുക്കുക. അത് ക്യാമറയിൽ ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണക്ട് ആക്കിയ വൈഫൈയോ അതിൻ്റെ പാസ്വേഡോ ഇവിടെ വരും. അത് കൺഫേം കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു QR കോഡ് വരും. എന്നിട്ട് ജസ്റ്റ് കണക്ട് നമ്മൾ പവർ കുത്തിയിട്ട് ലൈറ്റ് കത്തും. അത് ജസ്റ്റ് പവർ കയറിക്ക് തന്നെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് വരും. കണക്റ്റായി എന്ന് പറഞ്ഞിട്ട് ഓണായി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇത് സ്റ്റാർട്ടായി. ഓക്കെ, അപ്പോൾ ഓക്കെ ആയി. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ QR കോഡ് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് പിടിക്കുക. ഇത് കണക്റ്റഡ് എന്ന് ഇന്തെന്ന് പറയുന്നവരെ പിടിക്കണം. ഹേഡ് നെറ്റ്വർക്ക് കണക്റ്റഡ്. കണക്റ്റ് ആയിട്ടില്ല, കണക്റ്റിംഗ് എന്ന് കാണിക്കും. നമ്മൾ കണക്റ്റഡ് എന്ന് പറഞ്ഞു. കണക്റ്റഡായി. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രസ് ചെയ്യുക. നെറ്റ്വർക്ക് കണക്റ്റഡ് എന്നുള്ള പ്രസ് ചെയ്യുക. അപ്പം ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പേര് കണ്ട കണക്ട് ചെയ്യുന്നിട്ട് കാണിക്കും. അത് കണക്റ്റഡ് എന്ന് വരും. എന്താ ആക്ടിവേറ്റിംഗ് ഡിവൈസ്. നമ്മൾ ഓഫീസാണോ വീടാണോ എന്നെല്ലാം നോക്കിയിട്ടുണ്ടാവും. നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുത്തിട്ട് വ്യൂ ഡിവൈസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കൂടെ കൊടുക്കണ്ട. ക്യാമറ ഓൺ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഈ സാധനം നമ്മളെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം തിരിക്കാനോ യൂസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളിതാ ഓക്കെ. ഈ താഴത്തേത് സ്റ്റാൻഡിങ് ക്യാമറ. നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വെക്കാം. അതുകൊണ്ട് സെറ്റ്. നമുക്ക് ഈ സാധനം താഴത്തേക്ക് ഒക്കെ മൊബൈലിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നിന്ന് ചെയ്യാം. സെറ്റ്. ഓക്കെ.